ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം. ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനത്തേക്ക്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വാർത്ത അതായത് പത്രം തുറന്ന് വായിച്ചു തുടങ്ങിയാലും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയയിൽ എന്ത് തന്നെ നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയാലും ആദ്യം കാണുന്നത് ഒരു യുദ്ധമാണ് അല്ലേ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇസ്രായേൽ ഇറാൻ വാർ അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികളൊക്കെ സുരക്ഷിതരാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ എയർപോർട്ടുകളൊക്കെ അടച്ചുവെങ്കിലും അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി. ആരാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി? ആരാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി? ആരായിരുന്നു? എസ് ജയശങ്കർ. ആരാണ്? എസ് ജയശങ്കർ. എസ് ജയശങ്കർ ആണ് നമ്മുടെ വിദേശകാര്യമന്ത്രി. എസ് ജയശങ്കർ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ്സുകൾ തുടർച്ചയായി കാണുന്നവർക്കറിയാം, ഏതൊരു ചെറിയ വാർത്തയായാലും ഏതെങ്കിലും വകുപ്പ് മന്ത്രിമാർ അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിമാരുടെയൊക്കെ പേര് മെൻഷൻ ചെയ്യുമെങ്കിൽ കൃത്യമായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിയിരിക്കും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കേന്ദ്ര വിദേശകാര്യമന്ത്രിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പല പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. ആരാണ്? എസ് ജയശങ്കർ. ആരാണ്? എസ് ജയശങ്കർ. പ്രീമിയത്തിനൊപ്പം ചികിത്സാ സഹായവും കൂട്ടും. അപ്പോൾ മെഡിസെപ്പ് പദ്ധതി അവസാനിക്കാറായി. അപ്പോൾ അതിനൊരു 3 മാസത്തെ കാലാവധിയും കൂടി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നു മെഡിസെപ്പ്? എന്തായിരുന്നു? സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത്? മെഡിസെപ്പ്. പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി വരുന്ന പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. എന്താണ് മെഡിസെപ്പ് എന്ന് ചോദിച്ച പരീക്ഷകളുണ്ട്. അതുപോലെ ഇങ്ങനെ തന്നിട്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏത് എന്നും പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി അതൊന്ന് പഠിച്ചു പോകാം. മറന്നുപോയവരാണെങ്കിൽ ഒന്നുകൂടെ ഓർത്തെടുക്കാം. എന്താണ്? സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? മെഡിസെപ്പ്. ഏതാണ്? മെഡിസെപ്പ്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെതാണ് കേട്ടോ. പ്രതിമാസ പ്രീമിയർ 500 രൂപയിൽ നിന്നും 750 രൂപയാക്കാനാണ് ധനവകുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. എത്രയാണ്? 500 രൂപയിൽ നിന്നും 750 രൂപയിലേക്ക് പ്രതിമാസ തുക മാറ്റുകയാണ്. കൂടാതെ ഇതിന്റെ ചികിത്സാ സഹായം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപ വരെയാണ്. അപ്പൊ ഇതും ചോദിക്കുന്ന ഒന്നാണ്. എത്ര രൂപയാണ് സഹായം നൽകുന്നത്? ഇവിടെ എത്രയായിരുന്നു? 3 ലക്ഷം രൂപയായിരുന്നു. അത് ഇനി എത്രയായി മാറാൻ പോകുന്നു? 5 ലക്ഷം. അപ്പോ 3 ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം. ഇത് 5 ലക്ഷം രൂപയാക്കി ഉയർത്താനാണ് നിർദ്ദേശം. ഇത് എത്രയാക്കി മാറ്റുന്നു? 5 ലക്ഷം രൂപയായി ഉയർത്തുന്നു. 3 ആയിരുന്നു. എത്രയിലേക്കാണ് അത് ഉയരുന്നത്? 5ലേക്കാണ് ഉയരുന്നത്. തിരിഞ്ഞു പോകരുത്, തെറ്റിപ്പോകരുത്. 5ൽ നിന്നും വേറൊരു നമ്പർ തരും. നമുക്ക് 5ഉം 3ഉം ഇതുമായി റിലേറ്റഡ് ആണെന്ന് നമ്മുടെ മൈൻഡ് അപ്പോൾ പറയും. അതിൽ ബബിൾ ചെയ്യാൻ നമുക്ക് തോന്നും. ചെയ്യരുത്. 3ൽ നിന്നും 5ലേക്ക്, 3 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷം രൂപയിലേക്കാണ് മെഡിസെപ്പ്. എന്താണ്? മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് തുക ഉയരുന്നത്. ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ മടക്കയാത്ര വൈകും. അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ബ്രിട്ടീഷ് യുദ്ധവിമാനം എന്താണ് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇത് യുദ്ധവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. അപ്പോൾ അവരുടെ ഒരു കപ്പൽ, അതായത് ഒരു വിമാനവാഹിനി കപ്പൽ ഉണ്ടായിരുന്നു, കടലിലുണ്ടായിരുന്നു. അപ്പോൾ ചില സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്ന് ആ വിമാനവാഹിനി കപ്പലിലോട്ടാണ് ലാൻഡ് ചെയ്യാനിരുന്നത്. പക്ഷേ പറ്റിയില്ല. നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ അത്ര നല്ലതല്ല. അപ്പോൾ കാലാവസ്ഥയുടെ ചില പ്രശ്നങ്ങളൊക്കെ കാരണം ആ കപ്പലിലോട്ട് ഇതിന് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പകരം ഇത് ലാൻഡ് ചെയ്തത് നമ്മുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അപ്പോൾ ഏതായിരുന്നു ഈ വിമാനം? F-35. ഏതാണ്? F-35. ബ്രിട്ടന്റെ F-35 വിമാനമാണ്. ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് എവിടെയുള്ളത്? നമ്മുടെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ളത്. ഇനി ഒരു കപ്പലിന്റെ കാര്യം പറഞ്ഞില്ലേ, ഏതായിരുന്നു ആ കപ്പൽ? HMS പ്രിൻസ് ഓഫ് വെയിൽസ്. ഏതാണ്? HMS പ്രിൻസ് ഓഫ് വെയിൽസ്. HMS പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലാണ് എവിടെ ഉള്ളത്? കടലിലുണ്ടായിരുന്നത്. എന്താണ്? നമ്മുടെ 100 നോട്ടിക്കൽ മൈൽ അകലെ, നമ്മുടെ എന്താണ് തീരദേശത്ത് നിന്നും 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരം ഇട്ടിരുന്നു HMS പ്രിൻസ് ഓഫ് വെയിൽസ്. പക്ഷെ പ്രതികൂല സാഹചര്യം കാരണം
നമ്മുടെ F-35 അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയാതെ വരികയും നമ്മുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എന്ത് ചെയ്തു? ലാൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ F-35 ആണ് ബ്രിട്ടന്റെ യുദ്ധവിമാനമാണ്. അതുകൂടെ ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. എന്താണ്? ബ്രിട്ടന്റെ യുദ്ധവിമാനമാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ഒരാൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെയും നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, അതായത് ഇന്നലെ കൂടെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രി ഒരു രാജ്യം സന്ദർശിച്ചു. ഏതായിരുന്നു ആ രാജ്യം? ഏതായിരുന്നു? സൈപ്രസ് ആയിരുന്നു. അപ്പൊ സൈപ്രസിനെ കൂടാതെ ക്രൊയേഷ്യ കൂടി നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതായത് ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി. ഏതാണ്? ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയായി മാറുകയാണ് നരേന്ദ്രമോദി. അപ്പോൾ ഈ കാണുന്നത് ആരാണ്? വളരെ നീണ്ട പേരുള്ള നമ്മുടെ സൈപ്രസിന്റെ പ്രസിഡന്റ് ആണ് ഈ നിൽക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? എന്തായിരുന്നു? നിക്കോസ് ക്രിസ്റ്റഡൌലിഡിസി. ആരാണ്? നിക്കോസ് ക്രിസ്റ്റഡൌലിഡിസി. ആരാണ്? നിക്കോസ് ക്രിസ്റ്റഡൌലിഡിസി. പേര് കുറച്ച് കടുപ്പമാണ്. ഞാൻ 2-3 പ്രാവശ്യം വായിച്ചിട്ടാണ് ഈ പറയുന്നത്. നിക്കോസ് ക്രിസ്റ്റഡൌലിഡിസി ആണ് സൈപ്രസിന്റെ പ്രസിഡന്റ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ നരേന്ദ്രമോദിയുടെ കഴുത്തിൽ കൂടെ എന്തോ ഒന്ന് അണിഞ്ഞിട്ടുണ്ടല്ലേ. എന്താണത്? അവിടെ വന്നപ്പോൾ വേഷം മാറിയതാണോ? അല്ല, വേഷം മാറിയൊന്നുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പോൾ ഈ ഇട്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ സൈപ്രസിന്റെ സിവിലിയൻ ബഹുമതിയാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സിവിലിയൻ ബഹുമതികൾ നേടിയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പോൾ അതിൽ ഒരു പൊൻതൂവൽ കൂടി ചേർന്നിരിക്കുന്നു. സൈപ്രസിന്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് തേർഡ് ഓഫ് സൈപ്രസ്. എന്താണ്? ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് തേർഡ് ഓഫ് സൈപ്രസ് എന്ന ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങിയത്. ഇതിലൊരു മക്കാരിയോസ് തേർഡ് കണ്ടില്ലേ? എന്തായിരുന്നു ഈ മക്കാരിയോസ് തേർഡ്? സൈപ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ആർച്ച് ബിഷപ്പ് മക്കാരിയോസ്. ആരാണ്? ആർച്ച് ബിഷപ്പ് മക്കാരിയോസ്. ആർച്ച് ബിഷപ്പ് മക്കാരിയോസ് തേർഡ്. ആരാണ്? ആർച്ച് ബിഷപ്പ് മക്കാരിയോസ് തേർഡ് എന്നാണ് സൈപ്രസിന്റെ ആദ്യ പ്രസിഡന്റിന്റെ പേര്. സൈപ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ആർച്ച് ബിഷപ്പ് മക്കാരിയോസ് തേർഡ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് അവരുടെ സിവിലിയൻ ബഹുമതിക്ക് ഇത്തരം ഒരു പേര്. എന്താണ്? ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ്. എന്താണ്? ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് തേർഡ് ഓഫ് സൈപ്രസ്. എന്താണ്? ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് തേർഡ് ഓഫ് സൈപ്രസ്. എന്താണ്? ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് തേർഡ് ഓഫ് സൈപ്രസ് എന്നതാണ് സൈപ്രസിന്റെ സിവിലിയൻ ബഹുമതി. അപ്പോൾ സൈപ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ആർച്ച് ബിഷപ്പ് മക്കാരിയോസ് തേർഡ്. സൈപ്രസിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? നിക്കോസ് ക്രിസ്റ്റഡൌലിഡിസി. ആരാണ്? നിക്കോസ് ക്രിസ്റ്റഡൌലിഡിസി ആണ് എന്ത്? സൈപ്രസിന്റെ നിലവിലെ പ്രസിഡന്റ്. 6 ഇനി ശലഭ സങ്കേതം. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. 6 ശലഭ സങ്കേതമായി മാറുന്നു. 6 വന്യജീവി സങ്കേതമാണ്. കണ്ണൂർ ജില്ലയിലുള്ളതാണ്. ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ്. നമുക്കറിയാം ഏതാണ്? 6 വന്യജീവി സങ്കേതം. അപ്പോൾ ഇനി മുതൽ 6 വന്യജീവി സങ്കേതം ശലഭ സങ്കേതം കൂടിയാകാൻ പോവുകയാണ്. പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സംസ്ഥാനത്തെ, അതായത് കേരളത്തിലെ ആദ്യത്തെ ശലഭ സങ്കേതമായി മാറുന്നത് 6 വന്യജീവി സങ്കേതമാണ്. എന്താണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതമായി മാറുന്നത് 6 വന്യജീവി സങ്കേതം. അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതം ഏതാണ്? 6. ഏത് ജില്ല? കണ്ണൂർ. ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. 6 വന്യജീവി സങ്കേതത്തെ സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാക്കുന്നു. മുഖ്യമന്ത്രി ചെയർമാനായുള്ള സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അടുത്ത യോഗത്തിൽ പ്രഖ്യാപനമുണ്ടാകും. അപ്പോൾ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ വകുപ്പല്ല, സംസ്ഥാന വന്യജീവി ബോർഡാണ്. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്.
ഇനി നമുക്ക് ഇതിൽ ആറളം എന്നാണ് വന്നത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 1984 ആറളം വന്യജീവി സങ്കേതം സ്ഥാപിച്ചത്. എന്നാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥാപിച്ചത്? 1984. 1984 ആറളം വന്യജീവി സങ്കേതം സ്ഥാപിച്ചത്. ഇത് 2000 മുതൽ മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെ വനം വകുപ്പ് ആറളത്ത് വാർഷിക ചിത്രശലഭ സർവേ നടത്താറുണ്ട്. അപ്പൊ 2000 മുതൽ 84 ആറളം വന്യജീവി സങ്കേതം ആരംഭിച്ചു. 2000 മുതൽ എന്ത് ചെയ്യുന്നു? മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെ വനം വകുപ്പ് ആറളത്ത് വാർഷിക ചിത്രശലഭ സർവേ നടത്താറുണ്ട്. 2005 എന്ത് നടത്തി? ബട്ടർഫ്ലൈ ഇന്ത്യ മീറ്റ് നടത്തി. 2005 ഇവിടെ എന്ത് നടത്തി? ബട്ടർഫ്ലൈ ഇന്ത്യ മീറ്റ് നടത്തി. ഈ ശലഭ സർവേയുടെ 25ാം വാർഷികത്തിലാണ് ഇത്തരം ഒരു ശലഭ സങ്കേതം നടത്താനിരിക്കുന്നത്. അപ്പൊ 2000 ആദ്യത്തെ എന്ത് നടത്തിയത്? ശലഭ സർവേ. 2000 ആദ്യ ശലഭ സർവേ നടത്തിയത്. എവിടെ? ആറളത്തിലായിരുന്നു. ആരംഭം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നു? മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി. മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെ വനം വകുപ്പാണ് ആറളത്ത് 2000 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ചിത്രശലഭ സർവേ നടത്തുന്നത്. അപ്പൊ 2000 മുതൽക്ക് ഇന്നത്തെ 2025 25 വർഷം എത്തി നിൽക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു ആഘോഷം എന്ന വണ്ണമാണ് ആറളം വന്യജീവി സങ്കേതത്തെ എന്തായി പ്രഖ്യാപിക്കുന്നത്? സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം, അടിക്കടി നമുക്ക് എന്ത് ചെയ്യുന്നു? പുതുതായിട്ട് ചിത്രശലഭത്തെ കണ്ടെത്തി വരുന്നുണ്ട്. അങ്ങനെ 327 തരം ചിത്രശലഭങ്ങളാണ് സംസ്ഥാനത്ത് പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. എത്രയാണ്? 327. 327 ചിത്രശലഭങ്ങളെ പുതുതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 266 എണ്ണവും എവിടെയാണ്? ആറളത്താണ്. അതിൽ 266 എണ്ണവും കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? ആറളം വന്യജീവി സങ്കേതത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ട് ആറളത്തെ തിരഞ്ഞെടുത്തു എന്നതിന് ഉത്തരം ഇതാണ്. പുതുതായിട്ട് 327 ചിത്രശലഭങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 266 എണ്ണവും എവിടെയാണ്? ആറളം വന്യജീവി സങ്കേതത്തിലാണ്. കൂടാതെ എന്തൊക്കെയുണ്ട്? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന ആൽബട്രോസ് ശലഭങ്ങളുടെ വാർഷിക ദേശാടനമാണ് ആറളം വന്യജീവി സങ്കേതത്തിലെ പ്രധാന ആകർഷണം. അപ്പോൾ ആറളം വന്യജീവി സങ്കേതത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന ആൽബട്രോസ് ശലഭങ്ങളുടെ വാർഷിക ദേശാടനമാണ്. ഏതാണ്? ആൽബട്രോസ് ശലഭങ്ങൾ. അതിനു പുറമെ വിവിധ ഇനം ഡാനൈൻ സ്പീഷീസുകളുടെ ദേശാടനവും പരിഗണിച്ചാണ് ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ 266 പുതിയ ചിത്രശലഭങ്ങളെ ഇവിടെ കണ്ടെത്തി എന്നത് മാത്രമല്ല, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ആൽബട്രോസ് ശലഭങ്ങളുടെ ദേശാടന സങ്കേതം ആറളമാണ്. കൂടാതെ എന്താണ്? ഡാനൈൻ സ്പീഷീസിലുള്ള ദേശാടനം, ഡാനൈൻ സ്പീഷീസിലുള്ള ചിത്രശലഭങ്ങളുടെ ദേശാടന കേന്ദ്രം കൂടിയാണ് നമ്മുടെ ആറളം വന്യജീവി സങ്കേതം. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഒരു ചിത്രശലഭ സങ്കേതമായി തിരഞ്ഞെടുക്കാൻ ആറളം വന്യജീവി സങ്കേതം വളരെ ഉചിതമാണ്. റേഷൻ ഇ-പോസ് ഇ-ത്രാസുമായി ബന്ധിപ്പിക്കും. അപ്പൊ ഇത് വേറൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും റേഷൻ കാർഡ് ഉണ്ട്. എല്ലാത്തിനും ഒരു യൂണിറ്റ് ഉണ്ട് അല്ലെ? യൂണിറ്റ് അരി അല്ലെങ്കിൽ പഞ്ചസാര, ഗോതമ്പ് മാവ്, അങ്ങനെ എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലെ അംഗസംഖ്യ അനുസരിച്ച് ഇത്ര യൂണിറ്റ് എന്നുണ്ട്. അപ്പൊ ചില റേഷൻ കടകളിലൊന്നും എന്ത് ചെയ്യില്ല, ഇത് മുഴുവനായും അവർക്ക് കൊടുക്കത്തില്ല. അവർ പറയും തീർന്നു പോയി, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെയാണ് തീർന്നു പോകുന്നത്? അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? എത്ര യൂണിറ്റ് ആണോ ആ റേഷൻ കടയിൽ ആവശ്യം, അത്രയും തന്നെ അവിടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ പല പല തിരിമറികളും ഈ റേഷൻ കടകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിരിമറികളൊന്നും വരാതെ എത്ര യൂണിറ്റ് ആണോ ഒരാൾക്ക് ലഭ്യമാകേണ്ടത് അത്രയും കൊടുക്കുക. അതല്ലെങ്കിൽ അയാൾക്ക് എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതിന് ആനുപാതികമായിട്ട് മാത്രം അതിന്റെ മാത്രം പണം ഈടാക്കുക എന്ന രീതിയിൽ വരുന്നതാണ് ഇ-ത്രാസ്. അതായത് ഇതിൽ വെക്കുമ്പോൾ ഇതിലൊരു അളവ് കാണിക്കുന്നുണ്ട്. ഈ അളവിനനുസരിച്ച് മാത്രമേ ബില്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കൂടുതൽ കൊടുത്തു എന്ന് പറയാൻ അറിയാലോ, റേഷൻ കടയിലെ സാധനങ്ങൾക്ക് വില കുറവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? മറിച്ച് വിൽക്കും. അങ്ങനെയുള്ള മറിച്ച് വിൽപ്പന നടക്കാതിരിക്കാനും കൂടാതെ എന്താണ്, അവരവരുടെ യൂണിറ്റ് സാധനങ്ങൾ എല്ലാവർക്കും എത്താനുമാണ് ഇത്തരം ഒരു പദ്ധതി. എന്താണ്? ഇ-ത്രാസ്. എന്താണ്? ഇ-ത്രാസ്. അമിതാഭ് കാന്ത് പടിയിറങ്ങി. G20 ഷെർപ്പ സ്ഥാനം രാജിവെച്ചു. അപ്പോൾ നമ്മുടെ G20 ഷെർപ്പയായിരുന്നു ആര്? അമിതാഭ് കാന്ത്. അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. നമ്മുടെ നീതി ആയോഗിന്റെ CEO ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് അമിതാഭ് കാന്ത്. ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് അമിതാഭ് കാന്ത് രാജിവെച്ചു.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ വിവിധ പദവികളിൽ 45 വർഷത്തെ സേവനത്തിന് ശേഷം രാജിവെക്കുകയാണെന്ന് സാമൂഹിക മാധ്യമമായ ലിങ്ക്ഡിനിലൂടെയാണ് അദ്ദേഹം അറിയിച്ചത്. വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തന യാത്രകൾക്ക് സംഭാവനകൾ നൽകുക എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം രാജിക്കാര്യം പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: എന്റെ പുതിയ യാത്ര. എന്താണ്? എന്റെ പുതിയ യാത്ര എന്ന തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹം രാജി പോസ്റ്റ് തയ്യാറാക്കിയത്. 1980 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്നു അമിതാഭ് കാന്ത്. 2016 വിരമിച്ചെങ്കിലും വിവിധ പദവികളിൽ തുടരുകയായിരുന്നു. 2022 ജൂലൈയിലാണ് G20 കൂട്ടായ്മയുടെ ഇന്ത്യൻ ഷെർപ്പയായത്. എന്നായിരുന്നു? 2022 ജൂലൈയിലാണ് G20യുടെ ഇന്ത്യൻ ഷെർപ്പയായി അമിതാഭ് കാന്ത് നിയമിതനായത്. ഡൽഹിയിൽ നമ്മുടെ ഒരു G20 ഉച്ചകോടി ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. അത് എത്രാമത്തേതാണെന്നും ഏത് വർഷം നടന്നതാണെന്നും ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് നമ്മൾ പഠിച്ച പേരാണ് എന്താണ്? G20യുടെ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ആണെന്ന്. 2016 മുതൽ 22 വരെ അദ്ദേഹം നീതി ആയോഗിന്റെ CEO ആയിരുന്നു. അപ്പൊ 2016 മുതൽ 2022 വരെ CEO ആയിരുന്നു. എന്തിന്റെയാണ്? നമ്മുടെ നീതി ആയോഗ്. നീതി ആയോഗിന്റെ CEO ആയിരുന്നു. തുടർന്ന് 2022 ജൂലൈ മുതൽ ഈ 2025 വരെ അദ്ദേഹം G20യുടെ ഇന്ത്യൻ ഷെർപ്പയായി സേവനമനുഷ്ഠിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള വികസന പദ്ധതികളുടെ അണിയറയിലും ആരുണ്ടായിരുന്നു? അമിതാഭ് കാന്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് അമിതാഭ് കാന്തിനെ പറ്റി പറയാനുള്ളത്. ഇപ്പൊ 2016 മുതൽ 2022 വരെ നീതി ആയോഗിന്റെ CEO ആയിരുന്നു. അപ്പൊ നീതി ആയോഗിന്റെ ഫസ്റ്റ് CEO അമിതാഭ് കാന്ത് അല്ല, സിന്ധു ശ്രീഖുള്ളർ ആണ്. അതുകൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. 2016 മുതൽ 22 വരെയാണ് നീതി ആയോഗിന്റെ CEO ആയിട്ട് അമിതാഭ് കാന്ത് പ്രവർത്തിച്ചത്. അരിവാൾ രോഗം ക്യാമ്പയിൻ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് പത്രങ്ങളിലൊക്കെ ഈ അരിവാൾ രോഗത്തെ പറ്റി കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ നമ്മുടെ വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ കണ്ടുവരുന്ന ഒരു രോഗം കൂടിയാണ് നമ്മുടെ ഈ സിക്കിൾ സെൽ അനീമിയ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ ആണ് എന്ത്? അറിയാം അകറ്റാം അരിവാൾ കോശരോഗം. എന്താണ്? അറിയാം അകറ്റാം അരിവാൾ കോശരോഗം എന്നതാണ് ക്യാമ്പയിൻ. അറിയാം അകറ്റാം അരിവാൾ കോശരോഗം. അപ്പൊ നമ്മുടെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ്. ആരാണ്? വീണ ജോർജ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇതിന്റെ ലോഗോ പ്രകാശനം ചെയ്തത്. എന്തായിരുന്നു ക്യാമ്പയിന്റെ പേര്? അറിയാം അകറ്റാം അരിവാൾ കോശരോഗം. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അരിവാൾ കോശരോഗം എന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഇന്ന് കണ്ടെത്താം. പലതരം അരിവാൾ കോശരോഗം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവർ തരും. അതിൽ നിന്ന് വേണം നമ്മൾ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ. അപ്പൊ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അറിയാം അകറ്റാം അരിവാൾ കോശരോഗം. നെല്ലായി എസ് മുത്തു വീട്ടിൽ മരിച്ച നിലയിൽ. ആരാണ് ഈ നെല്ലായി എസ് മുത്തു? വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പുസ്തകങ്ങളുടെ മൊഴിമാറ്റത്തിലൂടെ പ്രശസ്തനായ വ്യക്തിയാണ് നെല്ലായി എസ് മുത്തു. എന്താണ്? നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം, നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമിന്റെ പുസ്തകങ്ങൾ മൊഴിമാറ്റം ചെയ്ത് പ്രശസ്തനായ വ്യക്തിയാണ് നെല്ലായി എസ് മുത്തു. അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് നെല്ലായി മുത്തു. എന്താണ്? നമ്മുടെ കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി ഏത് ഭാഷയിലേക്ക്? തമിഴ് ഭാഷയിലേക്ക്, തമിഴിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആര്? നെല്ലായി എസ് മുത്തു. ആരാണ്? നെല്ലായി എസ് മുത്തു. അദ്ദേഹം ഒരു സാഹിത്യകാരൻ മാത്രമല്ല, ISROയുടെ മുൻ ശാസ്ത്രജ്ഞൻ കൂടിയാണ് നെല്ലായി എസ് മുത്തു. ISROയുടെ മുൻ ശാസ്ത്രജ്ഞൻ കൂടിയായ വ്യക്തിയാണ് അദ്ദേഹം. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുക്കി തമിഴിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആരാണ്? നെല്ലായി എസ് മുത്തു. ആരാണ്? നെല്ലായി എസ് മുത്തു. അദ്ദേഹം എഴുതിയ മറ്റു ചില പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അരിവിയൽ പെൺമണികൾ, വിൻവെളി 2057, അറിവട്ടും വിജ്ഞാന വിളയാട്ട്, വൈറ പടിഗംഗങ്ങൾ, സെവ്വയിൽ ഉൾവെട്ടകയും നാൾവെയ്പ്പും. അപ്പോൾ ഇതൊക്കെ ചില തമിഴ് പുസ്തകങ്ങളാണ്. ഏതൊക്കെയാണ്? അരിവിയൽ പെൺമണികൾ, വിൻവെളി 2057, അറിവട്ടും വിജ്ഞാന വിളയാട്ട്, വൈറ പടിഗംഗങ്ങൾ, സെവ്വയിൽ ഉൾവെട്ടകവും നാൾവെയ്പ്പും. ഇതൊക്കെയാണ് നെല്ലായി എസ് മുത്തു രചിച്ച മറ്റു ചില പുസ്തകങ്ങൾ. G7 കാനഡയിൽ തുടക്കം.
അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ G7 വരുന്നുണ്ട്. അപ്പോൾ ഈ G7 ഉച്ചകോടിയിൽ നമ്മുടെ ഇന്ത്യയും പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ക്ഷണം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ G7 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനവും ക്രൊയേഷ്യ സന്ദർശനവും. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ ഇങ്ങനെ വന്നാൽ എന്താണ്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ എന്താണ് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സൈപ്രസും ക്രൊയേഷ്യയും സന്ദർശിച്ചത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഓക്കെ, ഖുദ്സ് സേന. അപ്പൊ എന്താണ് ഈ ഖുദ്സ് സേന എന്ന് പറയുന്നത്? നമ്മുടെ ഇറാൻ സൈന്യത്തിന്റെ സേനാ വിഭാഗമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ അല്ലെങ്കിൽ IRGC. എന്താണ് IRGC അഥവാ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ. ഇതിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് എന്ത്? ഖുദ്സ് സേന. ഏതാണ്? ഖുദ്സ് സേന. ഈ ഖുദ്സ് എന്ന വാക്കിന്റെ അർത്ഥം ജെറുസലേം എന്നാണ്. എന്താണ്? ജെറുസലേം എന്നാണ് ഈ ഖുദ്സ് എന്ന വാക്കിന്റെ അർത്ഥം. ഇസ്രായേൽ വിരുദ്ധ ദൗത്യം എന്നതിന്റെ പ്രതീകം കൂടിയാണ് എന്ത്? ഖുദ്സ് സേന എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചില രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ ചോദിച്ചിട്ട് ഏത് രാജ്യത്തിൻ്റെതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പൊ ഈ ഖുദ്സ് സേന ഏത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്? ഏതാണ്? ഇറാനിൻ്റെതാണ്. ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഏത്? ഖുദ്സ് സേന. ഏതാണ്? ഖുദ്സ് സേന. ക്രിക്കറ്റിൽ വീണ്ടും ഇന്ത്യ പാക് പോരാട്ടം. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്താണ് മത്സരത്തിന് ഒരുങ്ങുന്നു, അത്രേ ഉള്ളൂ. ഇത് നടക്കുന്നത് പുരുഷന്മാരുടെ അല്ല, ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് ആതിഥേയം വഹിക്കുന്ന വനിതാ ഏകദിന ലോകകപ്പ്. അപ്പോ വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ശ്രീലങ്കയുമാണ്. 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയും. ഏതൊക്കെയാണ്? ഇന്ത്യയും ശ്രീലങ്കയും. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ ആണ് ഈ ഇരിക്കുന്നത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണ് ആര്? ഹർമൻപ്രീത് കൗർ. ആരാണ്? ഹർമൻപ്രീത് കൗർ. പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ ആണ് ഫാത്തിമ സന. ആരാണ്? ഫാത്തിമ സന. ഇത് റീസെന്റ് പിക്ചർ അല്ല, ഫയൽ ചിത്രമാണ് പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫാത്തിമ സനയാണ് പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. കാഴ്ച പരിമിതർക്ക് പരസഹായമില്ലാതെ ബസ് തിരിച്ചറിയാം. പരീക്ഷണം ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഇനി കാഴ്ച പരിമിതർക്ക് ആരോട് ചോദിക്കണ്ട, ആ ബസ് എങ്ങോട്ടാണ് മോളെ പോകുന്നത്, അല്ലെങ്കിൽ ഈ ബസ് ഇന്ന സ്ഥലത്ത് പോകുമോ എന്നിനി ആരോടും ചോദിക്കണ്ട. അവർക്ക് പരസഹായമില്ലാതെ തന്നെ എന്ത് ചെയ്യാൻ കഴിയും? എവിടോട്ട് വേണേലും സഞ്ചരിക്കാം. അതിനൊരു പദ്ധതി പരീക്ഷിക്കണം, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവരികയാണ്. എവിടെ? ബാംഗ്ലൂരിൽ. എന്തായിരുന്നു? ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഇത് കൊണ്ടുവരുന്നത്. ഈ സംവിധാനം എന്താണ് കൊണ്ടുവരുന്നത്? ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ്. ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. ഇതിന് പേരിട്ടിരിക്കുന്നത് ഓൺ ബോർഡ് എന്നാണ്. എന്താണ്? ഓൺ ബോർഡ്. ഓൺ ബോർഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ഇത് സാധ്യമാകുന്നത്. എന്താണ്? ഓൺ ബോർഡ്. ഓൺ ബോർഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഉപകരണം. അപ്പൊ സ്റ്റോപ്പിലേക്ക് വരുന്ന ബസ് ഏത് റൂട്ടിൽ സർവീസ് നടത്തുന്നതെന്ന് ഇത് അറിയാൻ കഴിയും. കൂടാതെ തന്നെ ആ ആൾക്ക് അതിലോട്ട് കയറണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യും? അതിന്റെ ഡ്രൈവറെ അറിയിക്കാൻ കഴിയും. ഇങ്ങനെ ഞാനിവിടെ നിൽപ്പുണ്ട്, എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന രീതിയിൽ ഡ്രൈവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനും ഓൺ ബോർഡ് എന്ന് പറയുന്ന ഈ ഉപകരണം കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഓൺ ബോർഡ് മറക്കരുത്. ഇത് ബാംഗ്ലൂരാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം കൊണ്ടുവരുന്നത്. ബാംഗ്ലൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് കുറച്ചധികം ആനുകാലിക വാർത്തകൾ അറിഞ്ഞാലോ? ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഗുണ്ടട്ട് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. ആരാണ്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനാണ് പ്രഥമ ഹെർമൻ ഗുണ്ടട്ട് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഗുണ്ടട്ട് പുരസ്കാരം ലഭിച്ചത്. ആരാണ്? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. ഇന്ത്യയിൽ ക്യാമ്പസ് ബ്രാഞ്ച് സ്ഥാപിക്കുന്നതിന് അനുമതി ലഭിച്ച ആദ്യത്തെ സ്കോട്ടിഷ് സർവകലാശാലയാണ് അബർഡീൻ സർവകലാശാല. ഏതാണ്? അബർഡീൻ സർവകലാശാല. മുംബൈയിലാണ് ഇത്തരം ഒരു ക്യാമ്പസ് ബ്രാഞ്ച് ആരംഭിക്കുന്നത്. എവിടെയാണ്? മുംബൈയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ക്യാമ്പസ് ബ്രാഞ്ച് സ്ഥാപിക്കുന്നതിന് അനുമതി ലഭിച്ച ആദ്യത്തെ സ്കോട്ടിഷ് സർവകലാശാല ഏതാണ്? അബർഡീൻ സർവകലാശാല. ഇവർ ക്യാമ്പസ് ബ്രാഞ്ച് ആരംഭിക്കുന്നത് മുംബൈയിലാണ്. അടുത്തിടെ തെക്കേ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തി ഏതാണ്? വെറും ചിലന്തിയല്ല, ചാടം ചിലന്തിയാണ്. സ്പാർട്ടിയസ് കരിഗിരി. ഏതാണ്? സ്പാർട്ടിയസ് കരിഗിരി.
അടുത്തിടെ തെക്കേ ഇന്ത്യയിൽ നിന്നും പുതുതായി കണ്ടെത്തിയ ചാടൻ ചിലന്തിയാണ് സ്പാർട്ടിയസ് കരിഗിരി. അപ്പൊ ഇനി നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ഏത് ടീമാണ്? യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ആണ്. ഏത് ടീമാണ്? ഇംഗ്ലീഷ് ക്ലബായ ആഴ്സണൽ ആണ്. ഏതാണ്? ആഴ്സണൽ. അപ്പൊ യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? ആഴ്സണൽ, ഇംഗ്ലീഷ് ക്ലബാണ്. അടുത്തിടെ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തിയാണ് CR പ്രസാദ്. ആരാണ്? CR പ്രസാദ് ആണ് മലയാളം സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ. എവറസ്റ്റ് കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ഇന്ത്യയിലെ ആദ്യ വനിതയാണ് ആര്? ചോൻസിംഗ് ആങ്മോ. നമ്മളിത് കൃത്യമായിട്ട് പഠിക്കുക. എവറസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മളൊന്ന് എഴുതി വെക്കാനുള്ള പോയിന്റ് ആണ്. എവറസ്റ്റ് കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ഇന്ത്യയിലെ ആദ്യ വനിതയാണ് ചോൻസിൻ ആങ്മോ. ലോകത്തിലെ 7ാമത്തെ വ്യക്തിയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ശ്രീലങ്കൻ താരമാണ് ഏഞ്ചലോ മാത്യൂസ്. ആരാണ്? ഏഞ്ചലോ മാത്യൂസ് ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ശ്രീലങ്കൻ താരം. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാന പദ്ധതിയുടെ പേരാണ് ഗോൾഡൻ ഡോം. എന്താണ്? ഗോൾഡൻ ഡോം. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ പദ്ധതി. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ പദ്ധതിയുടെ പേരാണ് ഗോൾഡൻ ഡോം. ഇപ്പൊ നമ്മൾ റിവിഷൻ ചെയ്തു, കൂടുതൽ വാർത്തകൾ അറിഞ്ഞു. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആക്കി നോക്കാം. നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഏത് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് തൃതീയൻ അല്ലെങ്കിൽ മക്കാരിയോസ് 3? എന്താണ്? ഗ്രാൻഡ് ക്രോസ് ഓഫ് മക്കാരോസ് തൃതീയൻ അല്ല, മക്കാരോസ് 3 എന്നാണ്. ഏത് രാജ്യത്തിന്റെ സിവിലിയൻ ബഹുമതിയാണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് 3? ഏത് രാജ്യത്തിന്റെയാണ്? ഇന്ത്യ, കാനഡ, സൈപ്രസ്, ക്രൊയേഷ്യ. ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഉത്തരം കമന്റ് ചെയ്തേ. ഏത് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് 3? ഏതാണ്? സൈപ്രസ് ആണല്ലേ. അടുത്ത ചോദ്യം. സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം, സൈലന്റ് വാലി, ആറളം വന്യജീവി സങ്കേതം, ഇടുക്കി വന്യജീവി സങ്കേതം. ഇതിലേതാണ് സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ചത്? ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? ആറളമാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ ആനുകാലിക വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്